സാധാരണഗതിയിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ ആക്ട് അനുസരിച്ച് വിശേഷാൽ സെനറ്റ് യോഗത്തിൽ അത്തരത്തിലുള്ള പ്രമേയം അജണ്ടയ്ക്ക് പുറത്തുള്ള പ്രമേയത്തിന് സ്കോപ്പില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യം. അതിന് വിരുദ്ധമായിട്ട് യോഗം അലങ്കോലപ്പെടുത്താനും ഈ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള നോമിനേഷനെ നിർദ്ദേശിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് VC-യെയും സെനറ്റിനെയും പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ബാക്കി ഒരാളെ കുറിച്ച് പറയുന്നില്ല. അനീഷ അത് നിയമം ആയിട്ടില്ലല്ലോ. അത് നിയമം ആവട്ടെ, രാഷ്ട്രപതി അംഗീകാരം കൊടുക്കണമല്ലോ. ഇതിനകത്ത് നിങ്ങൾ അല്ല, ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. ഇവിടെ വിളിച്ചു ചേർത്തിരുന്നു. ബഹുമാനപ്പെട്ട VC-യാണ് വിളിച്ചത്. അതിലൊറ്റ അജണ്ട മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വൈസ് ചാൻസലർ തിരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റിൻ്റെ നോമിനിയെ നിർദ്ദേശിക്കുക എന്നുള്ളതായിരുന്നു യോഗത്തിൻ്റെ അജണ്ട. അതനുസരിച്ച് ഞങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു, നോമിനേഷൻ നൽകി. പക്ഷേ ഇവിടെ ഒരു വിഭാഗം സെനറ്റ് അംഗങ്ങൾ അവിടെ വരികയും അതിനെ എതിർത്തുകൊണ്ടൊരു പ്രമേയം പാസ്സാക്കുകയും ചെയ്യും. പാസ്സാക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ പ്രമേയം പാസ്സായിട്ടില്ല. സാധാരണഗതിയിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ ആക്ട് അനുസരിച്ച് വിശേഷാൽ സെനറ്റ് യോഗത്തിൽ അത്തരത്തിലുള്ള പ്രമേയം അജണ്ടയ്ക്ക് പുറത്തുള്ള പ്രമേയത്തിന് സ്കോപ്പില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യം. അതിന് വിരുദ്ധമായിട്ട് യോഗം അലങ്കോലപ്പെടുത്താനും ഈ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള നോമിനേഷനെ നിർദ്ദേശിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് VC-യെയും സെനറ്റിനെയും പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. മന്ത്രി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് മന്ത്രി അവിടെ ആക്കിയിട്ടുള്ളത്. VC-യാണ് പ്രത്യേക അജണ്ട വെച്ചാണ് ഇന്നത്തെ യോഗം വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ അജണ്ടയ്ക്ക് വിരുദ്ധമായിട്ട് യോഗം അലങ്കോലപ്പെടുത്താൻ വന്നവരോടൊപ്പം നിന്നുകൊണ്ട് പലതവണ യോഗം പിരിച്ചുവിടാനും യോഗത്തിൻ്റെ അജണ്ടയിലേക്ക് കടക്കാതിരിക്കാനുള്ള ശ്രമം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുണ്ടായി. അതിനെ ചെറുക്കാൻ ഞങ്ങൾക്ക് ശ്രമിച്ചു. ഒരു കാര്യം, അജണ്ട ഓൾറെഡി മന്ത്രി അംഗീകരിച്ചു. ഫസ്റ്റ് വന്നപ്പോൾ അജണ്ട മന്ത്രി ഇതിനു വേണ്ടി ആ യോഗം ചേർന്നതെന്ന് പറഞ്ഞ സ്ഥിതിക്ക് തന്നെ അജണ്ട അംഗീകരിച്ചാൽ പിന്നെ അജണ്ടയിലുള്ള ഒറ്റ അജണ്ടയുള്ളായിരുന്നു ഇന്ന് നോമിനിയെ കണ്ടെടുക്കാനുള്ളത്. അതുകൊണ്ട് അജണ്ട അംഗീകരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് കോടതിയും ഒക്കെ പറഞ്ഞ ഓരോ പ്രശ്നമുണ്ടായി. അത് അവർ തന്നെ മേയർ അതുപോലുള്ള ആൾക്കാർ നേതൃത്വത്തിൽ വെല്ലിലിറങ്ങിയിട്ട് ഈ മന്ത്രിയെയും അതുപോലെ ചാൻസലറൊക്കെ തടയുന്ന ഒരു ജനാധിപത്യ വിരുദ്ധ ഒരു നടപടിയാണ് കണ്ടത്. പക്ഷേ നമ്മൾ ഒരു അജണ്ട അനുസരിച്ചിട്ട് ഒരു പേര് പ്രപ്പോസ് ചെയ്തു. ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തതായിട്ട് വൈസ് ചാൻസലർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് ഓൾറെഡി അത് അക്സെപ്റ്റാണ്. നമ്മളത് വേറൊരു ഇവിടെ ഉന്നയിച്ചത് ഇതിപ്പം ഗവർണർ നിയമിച്ച 4 അംഗങ്ങൾ കൂടെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് കാരണം പറഞ്ഞത് അവരുടെ ക്വാളിഫിക്കേഷൻ സംബന്ധിച്ചുള്ള ഒരു ഇഷ്യൂമാണ്. അപ്പോൾ അതിനോടൊപ്പം ക്ലബ് ചെയ്ത ഒരു കേസ് കൂടി ഉണ്ട്. ആ കേസിനൊപ്പം ക്ലബ് ചെയ്തതാണ് ഒരു 4 സെനറ്റ് അംഗങ്ങൾ സർക്കാർ നിയമിച്ച 3 സിൻഡിക്കേറ്റ് അവർക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കാരണം സെയിം അവരുടെയും അർഹത സംബന്ധിച്ചുള്ള ഒരു കേസാണ്. അത് മറ്റേ 4 കുട്ടികളെ ആ കേസിനോട് ക്ലബ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ അതിനൊന്നും ഉത്തരം നൽകാൻ മന്ത്രി ഇന്ന് ഇവിടെ വന്നത് ഈ ഒരു പദ്ധതി അലങ്കോലമാക്കാൻ വേണ്ടി മാത്രമാണ് ഈ മന്ത്രി വന്നത്. മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മന്ത്രിയുടെ അതെ VC-യെ മറികടക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ മന്ത്രി കാണിച്ചത് ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങളോട് അവർ പ്രസംഗിച്ചു, ഒരാൾ പ്രസംഗിച്ചു. അപ്പം നമ്മൾ സംസാരിക്കാനുള്ള റൈറ്റ് അതേ ചോദിച്ചു. നിങ്ങൾ എന്ത് വേണം തീരുമാനിച്ചു. നമുക്കിവിടെ റൈറ്റ് ഉണ്ടല്ലോ. ഈ ഞങ്ങൾ പറയുന്ന കാര്യം കേൾക്കാൻ പറഞ്ഞിട്ട് അത് കേൾക്കാൻ സമ്മതിക്കാതെ അവർ ഈ ബഹളക്കാരോടൊപ്പം കൂടി. എന്നിട്ടും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ബഹളം വെക്കുന്നവരെല്ലാം മന്ത്രിയെയും അതുപോലെ വൈസ് ചാൻസലറെയും എല്ലാം തടയുന്ന രീതിയിൽ ഫ്രണ്ട് ചെയ്യുന്നു. ഞങ്ങളുടെ സംസാരം കേൾക്കാതിരിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ട് ആ പടം ഒരു ബഹളമയമായിരുന്നു. പക്ഷേ വൈസ് ചാൻസലർ പുള്ളിയുടെ റൈറ്റ് ഓക്കെ പറഞ്ഞു. അദ്ദേഹത്തിനാണ് ഈ മീറ്റിങ്ങിലെ ഫൈനൽ അതോറിറ്റി. മന്ത്രി എന്തൊക്കെയോ പറഞ്ഞു, അതാർക്കും കേൾക്കാൻ വയ്യായിരുന്നു. വൈസ് ചാൻസലർ പ്രത്യേക അജണ്ട വെച്ച് വിളിച്ച് യോഗമാണ്. ആ യോഗത്തിൽ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത് വരെ ആ അജണ്ടയെ തള്ളി പറയാനോ എതിർക്കാനോ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അജണ്ടയെ അംഗീകരിച്ച സ്ഥിതിക്ക് ഇന്നത്തെ യോഗം VC നിശ്ചയിച്ച പ്രകാരം നടന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ
മന്ത്രിയാണ് ഷെയർ ചെയ്തത്. പക്ഷേ DC ആണ് യോഗം വിളിച്ചിട്ട് അത് ചട്ടവിരുദ്ധമാണെന്ന് പരിശോധിക്കുന്നത്. ഭാഗത്തു നിന്നും ഉണ്ടായത്. തിരിച്ചും ഞങ്ങൾക്ക് സംസാരിക്കാൻ ആക്കുന്നതിന് അവസരം തന്നിട്ട് ഞങ്ങളുടെ എല്ലാ മൈക്കുകളും ഓഫാക്കിയിട്ടുള്ള നിലയിലായിരുന്നു. ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത്, പ്രമേയം എന്ന് പറയുന്നത് ഇന്നത്തെ ഏക അജണ്ടയുടെ ഭാഗമായിട്ടുള്ള കാര്യമായിരുന്നു. അവർ ആദ്യം ഒരു റെസൊല്യൂഷൻ വായിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഒരു ആളെ നോമിനേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു റെസൊല്യൂഷൻ വായിക്കുകയും അതിന് എഗെയിൻസ്റ്റായിട്ട് അത് ഏകപക്ഷീയമായിട്ട് പ്രമേയം പാസ്സാക്കിയതായിട്ട് പ്രോഗ്രസ് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ജനാധിപത്യപരമായിട്ടുള്ള യാതൊരു രീതിയിലുള്ള അവകാശവും ഞങ്ങൾക്ക് തെറ്റുണ്ടായിരുന്നു. അവരെല്ലാം ഡയസിന് ചുറ്റും മുളയുകയും ആക്രോശിക്കുകയും പല അവസരങ്ങളിലും ഞങ്ങളുടെ നേരെ മുട്ടി വിട്ടുകൊണ്ട് വരികയൊക്കെയാണ് ഉണ്ടായത്. അതാണ് സത്യം. പ്രോഗ്രസി പല പ്രാവശ്യം അഭ്യർത്ഥിച്ചിട്ടും സംസാരിക്കാനുള്ള അവസരം തരികയുണ്ടായിരുന്നില്ല. ഞങ്ങൾ അജണ്ട പ്രകാരം ഞങ്ങളുടെ പേര് നാമനിർദ്ദേശം കൊടുക്കുകയും അത് VCക്ക് സമർപ്പിക്കുകയും അത് നമ്മുടെ ചാൻസലർക്ക് ഫോർവേഡ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് അംഗീകരിച്ചിട്ടുമാണ്. അതല്ല മാത്രമല്ല, യൂണിവേഴ്സിറ്റി ആക്ടിനകത്തും സ്റ്റാറ്റ്യൂട്ടിനകത്തും വളരെ കൃത്യമായിട്ട് അങ്ങനെ റെസൊല്യൂഷൻസ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ മുമ്പ് തന്നെ രജിസ്ട്രാർക്ക് സമർപ്പിക്കണം. അത് വൈസ് ചാൻസലർക്ക് വിടണം. കാര്യം എന്താണ് അവതരിപ്പിക്കാൻ പോകുന്ന റെസൊല്യൂഷൻ എന്നുള്ളത് ഞങ്ങൾ അംഗങ്ങൾക്ക് അറിയണം. അതിനനുസരിച്ച് മാത്രമേ അതിനോട് പ്രതികരിക്കാൻ പറ്റൂ. അപ്പോൾ അതിന് മുൻകൂറായിട്ട് നിങ്ങൾക്ക് തരികയും നോട്ടീസ് തരികയും ആ റെസൊല്യൂഷൻ്റെ ഒരു കോപ്പി തരികയൊക്കെ ചെയ്യണം. തികച്ച നിയമവിരുദ്ധമായിട്ടും ഇല്ലീഗലായിട്ടും ഇംപ്രോപ്പറായിട്ടുമാണ് അവരിന്ന് നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയ്ക്ക് തികച്ചും വിരുദ്ധമായിട്ട് ഇന്നൊരു റെസൊല്യൂഷൻ കൊണ്ടുവന്ന് അതിനെ പാസ്സാക്കി അജണ്ടയെ അട്ടിമറിച്ചു. നിരവധി ശ്രമമുണ്ടായി. ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇത് ഞാൻ വിളിച്ച യോഗമാണ്, ഒറ്റ അജണ്ട വെച്ച് വിളിച്ച യോഗമാണ്, അത് അംഗീകരിക്കണമെന്ന് അദ്ദേഹം ആവർത്തിച്ച് VC പറയുന്നുണ്ട്. ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ഞങ്ങളൊരു നോമിനേഷൻ അവിടെ ബഹുമാനപ്പെട്ട VCക്ക് സബ്മിറ്റ് ചെയ്തു. അത് അംഗീകരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തിരിച്ചു പോയി മണം വെച്ചിട്ട് ബാക്കോട്ട് വേണ്ട. കുറച്ച് ബാക്കോട്ട് സർക്കാർ അവസാനിപ്പിക്കുക. സർക്കാർ അവസാനിപ്പിക്കുക. സർവകലാശാലയുടെ പ്രധാന കവാടത്തിലൂടെ പുറത്തേക്ക് വരികയാണ്. ചാൻസലർ ചെയ്യുന്ന കാര്യങ്ങളോട് യോജിച്ചുകൊണ്ടല്ല, പക്ഷേ അതേസമയം സർവകലാശാലയ്ക്ക് സ്ഥിരം വൈസ് ചാൻസലർ വേണമെന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അവർ അവിടെ കൊടുത്താലേ വേണ്ട ഒരു പേര് നിർദ്ദേശിച്ചിരുന്നു. ഡോക്ടർ പുതിയ വൈസ് ചാൻസലറെ കണ്ടെത്താനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള അംഗത്തെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി കൂടിയ സെനറ്റ് അവിടെ ബൈറ്റ് കൊടുക്കൂടെ? ഗവർണർ സർക്കാർ പോർ അവസാനിപ്പിക്കുക. ചാൻസലർ സർക്കാർ പോർ അവസാനിപ്പിക്കുക. വേണം നമുക്കൊരു VC. വേണം നമുക്കൊരു VC. വേണം നമുക്കൊരു VC. വേണം നമുക്കൊരു VC. വേണം
നമുക്കൊരു VC. വേണം വേണം നമുക്കൊരു VC. പ്രതിഷേധം 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 പ്രതിഷേധം. മൈക്ക് താത്ത വെച്ചു യോഗത്തിൽ ഇപ്പം പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നത് മന്ത്രി ഉൾപ്പെടെ യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു, അജണ്ടയില്ലാത്ത പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിച്ചു. മന്ത്രിയാണ് പ്രോ ചാൻസലർ എന്ന നിലയ്ക്ക് ഇന്നത്തെ സെനറ്റ് യോഗം ചെയർ ചെയ്തത്. ഇത് ആക്ട് പറയുന്നുണ്ട്, ചാപ്റ്റർ 3(8) പറയുന്നുണ്ട്. മന്ത്രി ചെയർ ചെയ്ത യോഗത്തിൽ ഇന്നത്തെ സെനറ്റിൻ്റെ അജണ്ട ബഹുമാനപ്പെട്ട ചെയർ അവിടെ അവതരിപ്പിച്ച സമയത്ത് സെനറ്റ് അംഗങ്ങൾ എഴുന്നേറ്റ് പറഞ്ഞു ഈ യോഗം നിയമവിരുദ്ധമാണ്. കാരണം ഒരു സ്ഥിരം വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള സെർച്ച് സെലക്ഷൻ കമ്മിറ്റിയിലേക്കുള്ള സെനറ്റിൻ്റെ പ്രതിനിധി കാര്യം ആലോചിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 254 വ്യവസ്ഥ അനുസരിച്ച് UGC റെഗുലേഷൻ 2018 7.3 പറയുന്നതനുസരിച്ച് മാത്രമേ സെനറ്റ് തീരുമാനം കൈക്കൊള്ളാൻ പാടുള്ളൂ. അല്ലാതെ എടുക്കുന്ന ഏതൊരു തീരുമാനവും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ കാര്യത്തിലുള്ള ഉത്തരവുകളുടെ പ്രത്യക്ഷ ലംഘനമാണ് എന്ന് ഭൂരിപക്ഷ അംഗങ്ങൾ സഭയിൽ ഉയർത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ചെയർ ഈ നിയമവിരുദ്ധമായ യോഗം ചേരാൻ പാടില്ല എന്ന വാദത്തോട് യോജിക്കുന്നവർ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു. 92 പേരാണ് പങ്കെടുത്തത്. വൈസ് ചാൻസലറും പ്രോ ചാൻസലറും 90 പേര്. ഇതിൽ 90 പേരിൽ 64 പേരാണ് ഈ നിയമവിരുദ്ധമായ യോഗം ചേരാൻ പാടില്ല, ഇത് ഗവർണറെ അറിയിക്കണം, ഇതിൻ്റെ നിയമവിരുദ്ധത എന്താണെന്ന് ഗവർണറെ അറിയിക്കണം എന്ന നിലയ്ക്ക് ആണ് ഭൂരിപക്ഷം നിലപാട് സ്വീകരിച്ചത്. ഈ പ്രമേയത്തിലും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അത് തന്നെ അത് പ്രമേയം എന്ന് പറഞ്ഞപ്പോൾ ഈ പിന്നെ സെനറ്റിൻ്റെ ഭൂരിപക്ഷ വികാരം ഇങ്ങനെ നിയമവിരുദ്ധമായ യോഗം ചേരാൻ പാടില്ല. കാരണം സുപ്രീം കോടതിയുടെ ഡിസിഷനുണ്ട്. സുപ്രീം കോടതി ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കുന്നതിനകത്ത് പൂർണ്ണമായും 2018 UGC റെഗുലേഷൻ ബാധകമാവണം. 2018 UGC റെഗുലേഷൻ 7.3 ഞാൻ എടുത്ത് പറഞ്ഞു. അതിനകത്ത് UGCയുടെ ഒരു പ്രതിനിധിയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ മറ്റൊരു പ്രതിനിധിയെക്കുറിച്ച് പറയുന്നില്ല. ആ നിലയ്ക്ക് വരുമ്പോൾ സെനറ്റിൻ്റെ പ്രതിനിധി UGC റെഗുലേഷൻ 2018 അനുസരിച്ച് ആവശ്യമില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഈ യോഗം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈക്കോടതി നിർദ്ദേശം കിട്ടിയിട്ടുണ്ടായിരുന്നു സെനറ്റ് പ്രതിനിധിയെ കൊടുക്കണമെങ്കിൽ കേസ് വന്നിട്ടുണ്ട്. ഇല്ല അത് ആ കേസ് നേരത്തെ അല്ല, ഈ കേസ് വന്നപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം ഉണ്ടല്ലോ. ഈ കേസ് നിർദ്ദേശമില്ല. നേരത്തെ ഇങ്ങനൊരു കേസ് വന്നപ്പോൾ പറഞ്ഞിരുന്നു. പക്ഷേ അത് 4 കുറേയധികം സെനറ്റ് അംഗങ്ങളെ പിന്നെ പ്രീതി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പുറത്താക്കിയല്ലോ. അതിൻ്റെ കേസിൻ്റെ വിധി വന്നപ്പോൾ ആ നോട്ടിഫിക്കേഷൻ തന്നെ കോഷ് ചെയ്തു. അപ്പോൾ അത് പോയി. അതിപ്പം നിലവിലില്ല, അത് ബാധകമല്ല. സുപ്രീം കോടതി ഡിസിഷനാണ് ബാധകം. സുപ്രീം കോടതി പറയുന്നത് 2018 റെഗുലേഷൻ അനുസരിച്ച് മാത്രമേ വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. 2018 റെഗുലേഷൻ അനുസരിച്ചായിരുന്നു സെനറ്റിന് പ്രതിനിധി വേണം. ഇപ്പോൾ 3 അംഗമല്ല, ഇല്ല, പറഞ്ഞിട്ടില്ല. അങ്ങനെ പുതിയ പ്രതിനിധി വേണമെന്നുണ്ടെങ്കിൽ സെനറ്റിൻ്റെ പ്രതിനിധി വേണം. മറ്റാരൊക്കെ ആണ് അത് വേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് പാസ്സാക്കിയ ബില്ല് പാസ്സാക്കിയത് സെനറ്റിന്റെ പ്രതിനിധി ഉണ്ടല്ലോ. അല്ലല്ല, അത് ഇപ്പം സുപ്രീം കോടതി ഇപ്പം രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. 2 കൊല്ലക്കാലം ചാൻസലർ അത് വെച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പം അവസാനം സുപ്രീം കോടതി ഇടപെടുന്നു കണ്ടപ്പോൾ അത് രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുകയാണ്. അത് അന്ന് തന്നെ ഒപ്പിട്ടിരുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമില്ല. അപ്പോൾ ആരാണ് ഏത് സുപ്രീം കോടതി വിധിയെന്ന് വെച്ചാൽ 2018 റെഗുലേഷൻ അനുസരിച്ച് VC തിരഞ്ഞെടുക്കണമെന്നാണ്. അതനുസരിച്ച് ആ റെഗുലേഷനിൽ ഒരു പ്രതിനിധിയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. സെർച്ച് സെലക്ഷൻ കമ്മിറ്റി അത് UGC ചെയർമാൻ നോമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രതിയെക്കുറിച്ചാണ് പറയുന്നത്. ബാക്കി ഒരാളെ കുറിച്ച് പറയുന്നില്ല. അനീഷ അത് നിയമം ആയിട്ടില്ലല്ലോ. അത് നിയമം ആവട്ടെ, രാഷ്ട്രപതി അംഗീകാരം കൊടുക്കണമല്ലോ. ഇതിനകത്ത് നിങ്ങൾ ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഗവർണർ 2 അംഗ നോമിനിയെ വെച്ചപ്പോൾ അതിനകത്ത് ചോദ്യം ചെയ്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആവശ്യം വെച്ചാൽ ഞങ്ങളെ കേട്ടില്ല എന്നുള്ളതായിരുന്നു. UGCയുടെയും ഗവർണറുടെയും നോമിനി മാത്രം പറയുമ്പോൾ തന്നെ നിങ്ങൾ തിരിച്ചും പറയില്ല. ആ പ്രശ്നം വരുന്ന സമയത്ത് സുപ്രീം കോടതിയുടെ ഈ തീരുമാനമില്ല. സുപ്രീം കോടതി പിന്നെ രാജശ്രീ കേസിലാണ് ഇതിനെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്.
പിന്നെ കൃത്യമായി UGC റെഗുലേഷൻ ഇങ്ങനെ ഈ സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് UGCയുടെ പ്രതിനിധി മാത്രം മതി എന്നുള്ള ഒരു കാര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു യോഗം ചേരേണ്ട ആവശ്യമില്ല എന്നുള്ളത് മന്ത്രിക്കും സർവകലാശാലയ്ക്കും അറിയിക്കാമല്ലോ. നിയമവിരുദ്ധമായി ചാൻസലർ ഈ അജണ്ട വെച്ച് വിളിക്കണമെന്നും പറഞ്ഞ് പിന്നെ സർവകലാശാല അറിയിച്ചു. അതനുസരിച്ച് വൈസ് ചാൻസലർ യോഗം വിളിച്ചു. യൂണിവേഴ്സിറ്റിയുടെ അപ്പെക്സ് ബോഡിയായ ഞങ്ങളുടെ വികാരം അറിയിക്കും. ഞങ്ങൾ യോഗം വിളിച്ച സമയത്ത് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ലീഗൽ ഒപ്പീനിയൻ എടുത്തു. ലീഗൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞ നിയമ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് UGC റെഗുലേഷനും നിലവിലുള്ള ആക്ടിൻ്റെ 10(1) തമ്മിലുള്ള കോൺട്രഡിക്ടറി എന്താണെന്ന് കൃത്യമായി കാണിച്ച് ഈ യോഗം ചേരാൻ പാടില്ല എന്ന നിലയ്ക്ക് ലീഗൽ ഒപ്പീനിയൻ നിലവിലുണ്ട്. ആ ലീഗൽ ഒപ്പീനിയൻ മറികടന്നാണ് വൈസ് ചാൻസലർ നിയമമായി വരണം. നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഒരു ബില്ല് നിലനിൽക്കെ ഇങ്ങനെ യോഗം ചേരാൻ കഴിയില്ല. ആ ബില്ല് തന്നെ നിലനിൽക്കുന്നുള്ള നിങ്ങൾ പറയുന്നത്. അപ്പോൾ അതല്ല ഞങ്ങൾ പറയുന്ന UGC ശ്രീ കമലേഷ് നിങ്ങളെ അങ്ങനെ വാദിക്കരുത്. ഇത്രയേ ഉള്ളൂ. UGC റെഗുലേഷൻ പിന്നെ 2018 7.3 വൈസ് ചാൻസലറെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. സുപ്രീം കോടതി പറഞ്ഞത് 2018 റെഗുലേഷൻ പ്രകാരമായിരിക്കണം ഇത് നടത്തേണ്ടത്. ഈ UGC റെഗുലേഷനിൽ എവിടെയാണ് ഇപ്രകാരമുള്ള ഓരോരുത്തരുടെ പ്രതിനിധി വേണ്ടതെന്നും അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്നും അത് ചാൻസലർ ഇപ്പോൾ അയച്ച കത്ത് പ്രകാരമാണോ സെനറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്നൊന്നും പറയുന്നില്ലല്ലോ. അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ. സൈലന്റ് അല്ലേ? സർക്കാരിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചാൽ പറയുന്നത് ഇന്നലെ സർക്കാരിന്റെ അഭിഭാഷകൻ പറഞ്ഞത് ഇന്നത്തെ യോഗത്തിന് പോലീസ് സന്ദേശം നൽകുന്നതാണ്. ഞങ്ങൾ സെനറ്റിന്റെ ഭൂരിപക്ഷ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. അല്ല അത് നിങ്ങൾക്ക് തോന്നുന്നു. അല്ല ഇതിപ്പോ നിയമസഭ പാസ്സാക്കിയ ഒരു ബില്ലിൽ പോലും കോൺട്രഡിക്ഷൻ എങ്ങനെ നിലനിൽക്കും? നിയമമാവട്ടെ. അല്ല നിയമം ആകണമെങ്കിൽ നിയമവിരുദ്ധമായ ബില്ലിന് നിയമമാകാൻ കഴിയില്ലല്ലോ. നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റി നിയമവിരുദ്ധമാണ് എന്നാണ് എങ്ങനെ വേണമെന്ന് നിയമമാണ് നിയമസഭ പാസാക്കിയത്. അത് നിയമമായി വന്നില്ല. രാഷ്ട്രപതി ഒപ്പിടണം. അല്ല രാഷ്ട്രപതി അത് വേറെ ഒരു വ്യവസ്ഥ വേണ്ടേ ശ്രീ കമലേഷ്? ഒരു വ്യവസ്ഥ വേണ്ടേ? വ്യവസ്ഥ ഇല്ലാതെ എങ്ങനെയും ഒരു കത്തയച്ചാൽ ഉടൻ സെനറ്റിന് പ്രതിനിധി കൊടുക്കാൻ കഴിയുമോ? നിയമം പറ. അല്ല സർക്കാർ ഭേദഗതി വരുത്തിയ നിയമം ചാൻസലർ ഒപ്പിട്ടിരുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അല്ല അങ്ങനെയാണ് UGC എതിരല്ലേ? നിങ്ങൾ പറയുമ്പോൾ UGC എതിരല്ലേ ബില്ല്? UGC റെഗുലേഷനിൽ ഒരു പ്രതിയെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. സ്റ്റേറ്റിനൊരു നിയമം പാസ്സാക്കാനോ? അതെങ്ങനെ സാധിക്കും? അപ്പൊ കേന്ദ്ര നിയമമല്ലേ പ്രിവൈൽ ചെയ്യുള്ളൂ? നിയമം വന്നില്ലല്ലോ. കേന്ദ്ര നിയമവിരുദ്ധമാണ് നിയമസഭ പാസ്സാക്കിയത് എന്ന് സെനറ്റ് അംഗങ്ങൾ പറയുകയാണ്. നമ്മുടെ മുന്നിൽ വരണം. റെഗുലേഷൻ നിയമവിരുദ്ധമാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ബാക്കി ആരൊക്കെ വേണം സെലക്ഷൻ കമ്മിറ്റിയിൽ എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടത് അതത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ഒരു ഭേദഗതി നിയമം ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തു. അത് 2 വർഷം വെച്ചുകൊണ്ടിരുന്നു. അവസാനം സുപ്രീം കോടതി ഇടപെടലിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രപതിക്ക് അയച്ചു. അത് നിയമമായി വന്നിരുന്നുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ച് വ്യക്തതയാണ്. അത് വരാത്ത സാഹചര്യത്തിൽ ഈ കൂടുന്നത് നിയമവിരുദ്ധമാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. മനസ്സിലായില്ലേ? The minister for the time being administrative, the subject of education is the state shall be the pro-chancellor of the university in the absence of the chancellor or during his inability to act. The pro-chancellor shall exercise all the powers and perform all the functions of the chancellor. പങ്കെടുക്കാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറിയിപ്പ് കൊടുത്തതനുസരിച്ച് ആക്ട് അനുസരിച്ച് ഷെയർ ചെയ്യണം. നോമിനേറ്റ് ചെയ്യണമെന്ന അജണ്ട തന്നെ VCക്ക് അധികാരമില്ല. ഇത് ചെയർ ഈ അജണ്ട വായിച്ച സമയത്ത് തന്നെ ഭൂരിപക്ഷം അംഗങ്ങളും ഇത് നിയമവിരുദ്ധമാണ്, ഇത് ഇവിടെ സെർച്ച് കമ്മിറ്റി അംഗത്തെ എടുക്കാൻ പാടില്ല എന്ന പൊതുവികാരം അവിടെ ഉയർത്തി അത് ചാൻസലറെ അറിയിക്കണം എന്നതാണ് ഭൂരിപക്ഷം അംഗങ്ങളും പറഞ്ഞത്. അവിടെ പിന്നീട് ഇലക്ഷനിലേക്ക് പോകുന്ന നടപടിക്രമം എന്താ? ചെയർ പറയണം ഇവിടുന്ന് ഒരു സെർച്ച് കമ്മിറ്റി അംഗത്തെ എടുക്കാൻ ആരെങ്കിലും പേരുണ്ടോ നിർദ്ദേശിക്കണം, ഓപ്പണാണ്.
അപ്പോൾ എഴുന്നേറ്റ് ഇത് പറയണം. ഒരാൾ പ്രൊപ്പോസ് ചെയ്യണം, ഒരാൾ സെക്കൻഡ് ചെയ്യണം. അങ്ങനെ ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ വോട്ടിംഗ് ഉണ്ട്. വോട്ടിംഗ് എന്ന് പറയുന്നത് ഒന്നാം പേരുകാരനെ ആരൊക്കെ അനുകൂലിക്കുന്നു പറയും. അപ്പം അയാളെ അനുകൂലിക്കുന്ന ആൾ കൈവക്കും. രണ്ടാം പേരുകാരനെ അനുകൂലിക്കുന്ന ആരാണ് അത് കൈവക്കും. ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥി തന്നെ പറയാം. അവർ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ തിരഞ്ഞെടുക്കപ്പെടും. അങ്ങനെ ഒരു നടപടിക്രമം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടില്ല. അതവർ പറയുന്നത് പ്രമേയം അവതരിച്ച് നിങ്ങൾ 64 പേരെ പിന്തുണച്ച് പറയുമ്പോഴേ അതിലൊരു ചർച്ച പോലും നടക്കാതെയാണ് ചർച്ചയില്ല. സാധാരണ ചർച്ച വേണ്ടേ? അതെന്താ വേണ്ട ചർച്ചയില്ല. ആ വികാരം 63 പേര് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇത് പറഞ്ഞു. മറ്റുള്ളവർ അല്ല, ഈ യോഗം നിയമവിരുദ്ധമാണ്, ഇത് കൂടാൻ പാടില്ല, സെർച്ച് കമ്മിറ്റി തിരഞ്ഞെടുക്കാൻ പാടില്ല എന്ന പ്രമേയത്തെ അനുകൂലിക്കുന്ന എത്ര പേരുണ്ടെന്ന് ചെയർ ചോദിച്ചപ്പോൾ 64 പേര് എഴുന്നേറ്റ് നിന്ന് കൈപൊക്കി. എതിർക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരാളും കൈപൊക്കി.